what is up people, you are watching Catchy camera. Welcome back to another video. So guys, നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂടെ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ പ്രിവ്യൂ കണ്ട സംഭവമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് അതിനെ പറയുന്ന പേരാണ് ക്യാരക്ടർ ബിഹൈൻഡ് ഓവർലേ അല്ലെങ്കിൽ ഓവർലേ ബിഹൈൻഡ് ക്യാരക്ടർ, അങ്ങനെ എന്തൊക്കെയാണ് അതിന് പറയുക. അപ്പോൾ ഗൈസ് ഞാൻ ഇന്ന് നമ്മുടെ വോയിസ് ചേഞ്ചർ ഒന്ന് യൂസ് ചെയ്യാണ്ട് എൻ്റെ ഓൺ വോയിസ് തന്നെയാണ് വരുന്നത്. കാരണം എൻ്റെ അടുത്ത് 200ഓളം ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് വോയിസ് ചേഞ്ചർ ഒന്ന് യൂസ് ചെയ്യേണ്ട ഒറിജിനൽ വോയിസ് ചെയ്തുകൂടെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് നമ്മുടെ സ്വന്തം വോയിസിൽ ചെയ്യാൻ പോകുന്നത്. സോറി, നമ്മളല്ല, ഞാൻ എൻ്റെ സ്വന്തം വോയിസിൽ ചെയ്യണത്. അപ്പോൾ ഗൈസ് അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിൽ കുറച്ച് മെറ്റീരിയൽസൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ അത് അതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടുണ്ടാവും. അപ്പോൾ എല്ലാം കയറി ഡൗൺലോഡ് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഗൈസ് നമുക്കതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്ക് ക്യാപ് കട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്യാപ് കട്ട് നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ അല്ലാത്ത കാരണം നമ്മൾ VPN യൂസ് ചെയ്തിട്ടാണ് ക്യാപ് കട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സോ ഗൈസ് അതിന് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു VPN യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ നമ്മുടെ സൂപ്പർ VPN ആണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂപ്പർ VPN ആണ് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഒരു VPN ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ VPN ഡൗൺലോഡ് ചെയ്തെടുക്കാം. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ആഡ് വരും, അത് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞാൽ VPN കണക്ട് ആയി കഴിഞ്ഞാൽ നമ്മുടെ ക്യാപ് കട്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ പ്ലസ് ബട്ടൺ കാണും. പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഏത് വീഡിയോയിലാണ് ഓവർലേ വെക്കേണ്ടത് ആ വീഡിയോ ജസ്റ്റ് ഇതിലേക്കൊന്ന് ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ആണ് ഇതിലേക്ക് ആഡ് ചെയ്യണത്. അപ്പോൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനപ്പുറം തന്നെ ക്യാപ് കട്ടിൻ്റെ ഒരു വാട്ടർ മാർക്കും വന്നിട്ടുണ്ടാവും, അതായത് ഒരു എൻഡിങ്. ജസ്റ്റ് നിങ്ങളൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യാൻ നോക്കാം. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു ഓഡിയോ ഇതിലെനിക്ക് വേണ്ട. അപ്പോൾ ഞാൻ ആ ഓഡിയോ ജസ്റ്റ് ഒന്നിങ്ങനെ ഫുൾ ഓഡിയോ 0 ആക്കിയിടാണ്. അപ്പോൾ ഇനി നമുക്ക് ഓവർലേ ആഡ് ചെയ്യാം. അതിനായിട്ട് ഓവർലേയിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ഓവർലേൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആഡ് ഓവർലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഏത് ഓവർലാണ് നിങ്ങൾ ആഡ് ചെയ്യാന്ന് വെച്ചാൽ ആ ഓവർലേ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആ ഗൈസ് ഈ ഓവർലേൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അതായത് നമ്മുടെ ഒരു വീഡിയോ ആയിട്ടായിരിക്കും ഉണ്ടാവുക, അല്ലാണ്ട് ഡ്രൈവ് ഒന്നും ആയിരിക്കില്ല. അപ്പോൾ ആ വീഡിയോയിൽ കയറി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനതോടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനത് ജസ്റ്റ് അത് എത്രയോ 1 മിനിറ്റ് എങ്ങാണ്ടിടുന്നതാണ് ഈ ഒരു ഓവർലേ. അപ്പോൾ ഞാനത് നമ്മുടെ 8K സ്പെഷ്യൽ വീഡിയോയ്ക്ക് ഞാൻ ഈ ഓവർലേ പാക്ക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള ഒരു ഓവർലാണ് ഞാൻ അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടുണ്ടാവും. അപ്പോൾ അത് എൻഡ് വരെ ഇങ്ങനെ എത്തിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ സൂം ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണും, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഞാൻ പിന്നെ ക്ലിക്ക് ചെയ്ത ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് വന്നിട്ട് ഇവിടെ ലൈറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടോ, നമ്മുടെ ബ്ലെൻഡിങ് മോഡ് അതിൻ്റെ സംഭവം ലൈറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടോ, നിങ്ങൾ ജസ്റ്റ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ബ്ലാക്ക് കളറൊക്കെ പോയിട്ടുണ്ടാവും. ബാക്കിയുള്ള ആ ഒരു ഫയറിൻ്റെ ആ ഒരു പാർട്ടിക്കിൾസ് അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നമുക്കത് ഇത്തിരി കൂടി കളർ കൂട്ടാനായിട്ട് ഇവിടെ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ബ്രൈറ്റ്നെസ് ഇത്തിരി കൂട്ടിയിടുക, കോൺട്രാസ്റ്റ് അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് നോക്കി നോക്കുക. അപ്പോൾ ഇത്തിരിയും കൂടി ആ ഒരു ഫയറിൻ്റെ ആ ഒരു എഫക്റ്റ് ഇത്തിരി കൂടി കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് സ്ക്രീൻ അങ്ങനത്തെ ഒരു ബ്ലെൻഡിങ് ഓപ്ഷൻ ഒന്നും ഇല്ലാത്ത കാരണമാണ് നമ്മളിത് ചെയ്യണത്. ഇതിൽ കുറച്ച് ബ്ലെൻഡിങ് ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവിടെ ഇതേ സംഭവം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചില ഓവർലേസിൽ മാത്രമേ ഇതുപോലെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, വേറെ ഒന്നിലും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്കിപ്പോൾ മമ്മൂട്ടിയുടെ ബാക്കിലാണ് ഈ ഓവർലേ വരേണ്ടത്. ഇപ്പോൾ നമ്മളതിൻ്റെ മുകളിലാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് എങ്ങനെ ബാക്കിൽ വരാൻ നോക്കാം. അതിനായിട്ട് ഏറ്റവും ഫ്രണ്ടിലേക്ക് വരിക, അതായത് ഏറ്റത്തേക്ക് വരിക. എന്നിട്ട് ആഡ് ഓവർലേയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ തന്നെ ഫസ്റ്റ് ആഡ് ചെയ്ത് വെച്ചാൽ ആ മമ്മൂട്ടിയുടെ വീഡിയോ ഒരു വട്ടം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ കറക്റ്റ് ആ പോർഷൻ കട്ട് ചെയ്ത് വെച്ച കാരണമാണ് എനിക്ക് മര്യാദയ്ക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് മമ്മൂട്ടീൻ്റെ ആ ഒരു വീഡിയോ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു 2 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് ഇത്തിരി ഒന്ന് സൂം ചെയ്ത് വെക്കുക. അത് ഫുള്ളായിട്ട് സൂമായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഓവർലേസ് ഒന്നും കാണാനില്ല. നമുക്ക് അതിൻ്റെ ഓഡിയോസൊക്കെ വേണമെങ്കിൽ എല്ലാത്തിൻ്റെ വോളിയം ഒന്ന് കുറച്ചിടുന്നതാണ്. അപ്പോൾ സ്റ്റിക്ക് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ആഡ് ചെയ്ത ഓവർലേ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ ഓപ്ഷൻസ് ഉണ്ടാവും. റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി വരുന്നതായിരിക്കും. അപ്പോൾ ഇത് വീഡിയോൻ്റെ ലെങ്ത് ഒരു ഇത്തിരി ഉള്ളതുകൊണ്ടാണ്, വീഡിയോൻ്റെ അത്രയ്ക്ക് ലെങ്ത് ഒന്നുമില്ല, 4 സെക്കൻഡ്സ് ഉള്ളൂ ഈ ഒരു വീഡിയോ. അതുകൊണ്ടാണ് പെട്ടെന്ന് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയത്. അപ്പോൾ നിങ്ങളൊക്കെ ചിലപ്പോൾ വലിയ വീഡിയോസൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും റിമൂവ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പറഞ്ഞിട്ട് കുറച്ച് പെർസെൻറ്റേജ് ഇങ്ങനെ കൂടി വരുന്നത്. അതായത് അപ്പോൾ കുറച്ച് നേരം എടുക്കും ചിലതിനൊക്കെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആവാൻ. ഇതെന്തോ പെട്ടെന്ന് ആയിരുന്നുള്ളൂ. അപ്പോൾ ഇനി ഞാൻ ഒരെണ്ണം കൂടി ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഒരെണ്ണം കൂടി ഇതാണ് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചത് ഇതെങ്ങനെയാണ് ചെയ്യാൻ. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് കാണുക. ഞാൻ വോയിസ് ഓവർ ഇടാനില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണുക.
സോ ഗൈസ് നമ്മളിവിടെ രണ്ടാമത്തെ ഓവർലേ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതിൽ വേറൊരു വ്യത്യാസം ഉണ്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ അനിമേഷൻ്റെ ഇപ്പോഴത്തെ ബ്ലെൻഡിങ് ഓപ്ഷനിൽ പോവാം. അപ്പോൾ ഗൈസ് ഈ നമുക്ക് ഈ ഓവർലേസൊക്കെ ആഡ് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടത് നിങ്ങൾക്ക് 3 തരത്തിലുള്ള ഫിൽറ്റർ ഇതിൽ ചൂസ് ചെയ്യാം. ഫസ്റ്റ് ഏറ്റവും ലാസ്റ്റത്തെ ഡോഡ്ജ് എന്ന് പറഞ്ഞ ഫിൽറ്റർ, പിന്നെ പിന്നെ മൂന്നാമത്തെ ഫിൽറ്റർ എന്ന് പറഞ്ഞൊരു ഫിൽറ്ററിൻ്റെ അതും, പിന്നെ നമ്മുടെ ലൈറ്റിനും. ഇത് 3 നിങ്ങൾക്ക് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് 3 യൂസ് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ ഓവർലേ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ് അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞ് വെച്ചേക്കാം. ചില ഓവർലേസൊക്കെ ഇത് മാറ്റി ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് ഞാൻ അവിടെ എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ ഗൈസ് നിങ്ങൾ 3 ട്രൈ ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഓപ്ഷനിലാണ്, ഈ ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും ഒക്കെ കൂട്ടിയിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനൂടി എടുത്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം അത് കൂട്ടിയിട്ടാൽ മതി. അപ്പോൾ ഗൈസ് അത്രേ ഉള്ളൂ. അപ്പോൾ ബാക്കി നിങ്ങൾ വീഡിയോയിലുണ്ടോ. സോ ഗൈസ് ഇത്രേ ഉള്ളൂ നമ്മുടെ ബിഹൈൻഡ് ക്യാരക്ടർ ഓവർലേ സംഭവം. അപ്പോൾ ഗൈസ് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറേ ഓവർലേസ് ഒക്കെ യൂസ് ചെയ്യാം. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടുണ്ടാവും. അപ്പോൾ ഗൈസ് എല്ലാം കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ നേരെ എക്സ്പോർട്ട് ചെയ്യുക. അവിടെ 1080p 60 FPS എക്സ്പോർട്ട് ചെയ്യുക. സോ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുള്ളൂ. സോ ഗൈസ് നിങ്ങൾക്ക് വല്ലതും പറയുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടുണ്ടാവും. സോ ഗൈസ് നിങ്ങൾക്ക് ഈ ഓവർലേസ് ഒക്കെ വേണമെങ്കിൽ താഴത്ത് ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് 8K ആയപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഓവർലേ പാക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് അതിൽ കുറേ ഓവർലേസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഓവർലേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് അതൊക്കെ അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. സോ ഗൈസ് വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ മറ്റൊരു ദിവസം വരും. അപ്പോൾ ഇറ്റ്സ് മീ കാച്ചി ക്യാമറ സൈനിങ് ഓഫ്.